ஆண்டவனே, இதுவரை செய்ததில் എന്തെങ്കിലും தப்பிருந்தால் மன்னிச்சு கருணை காட்டி எங்களை கடைசி வரை காப்பாத்தப்பா. Within 24 hours, 24 minutes and 24 seconds, ഈ ചാക്കോച്ചൻ അയാളെ വീഴ്ത്തിയിരിക്കും. You are wrong. No. You just be there. Just be there. I will come to you. You just wait for your turn. When you are coming. You please wait for your turn. This is wrong, father. You are representing NDA. You are representing NDA. You will get your turn. Very well. You just please wait. തുടക്കത്തിന് വിസിലടിക്കുന്നതിന് മുമ്പ് ഗോൾ അടിച്ചു തുടങ്ങാതെ അവന്റെ അമ്മൂമ്മയുടെ ഒരു ഇംഗ്ലീഷ് പ്രദേശങ്ങൾ തുടങ്ങട്ടെ. പി സി അദ്ദേഹമൊക്കെ നല്ല വായ്മൊഴി വഴക്കമുള്ള ആൾക്കാരാണ്. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെ. അദ്ദേഹത്തിന്റെ ടേണില് നമുക്കത് ആലോചിക്കാം. അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ വിഷയം വന്യജീവി ആക്രമണം. ഒരു കാര്യം ഞാൻ പറയട്ടെ. ഒരു സെക്കൻഡ് അദ്ദേഹം ഒന്ന് സമാധാനപ്പെടുകയും ധൃതി പിടിക്കാതെ ഇവിടെ സമാധാനപ്പെടാൻ തന്നെയാണ് താങ്കളോട് പറയുന്നത്. ഒരു വിട്ടുവീഴ്ചയില്ല. താങ്കൾ ഒരു ജനപ്രതിനിധിയാണ്, താങ്കൾ അവിടെ ഇരിക്കണം. ഞാൻ മോഡറേറ്ററാണ്. 100% ഞാൻ യോജിക്കുന്നു. ഈ ചർച്ചയുടെ മോഡറേറ്ററാണ്, താങ്കൾ ഇവിടെ ഇരിക്കണം ദയവായിട്ട് പ്ലീസ്. ഞാൻ പറയാം, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അദ്ദേഹം ഇത് ജനങ്ങളുടെ ചർച്ചയല്ലേ. നമ്മൾ അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു. എന്നെ ഇവിടെ മോഡറേറ്ററായിട്ട് വിളിച്ചിരിക്കുന്നത് ഈ ചർച്ചയെ നിയന്ത്രിക്കാനാണെങ്കിൽ ഇവിടെ യാതൊരു ആൾ വലിപ്പമോ ഇവിടെ ജനാധിപത്യ സംവിധാനം കൊടുത്തിട്ടുള്ള വലിപ്പം മാത്രമേ ഇവിടുത്തെ ജനങ്ങൾക്ക്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ജനാധിപത്യം നൽകിയിട്ടുള്ള വലിപ്പം മാത്രമേ നമ്മുടെ മുൻപിൽ ഇരിക്കുന്നവർക്കുള്ളൂ. ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ പല ചാനൽ ചർച്ചകളുടെയും മോഡറേറ്റർമാരെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാനതിന് വ്യത്യസ്തനാണ്. അതിലാരെയും തന്നെ ഭയപ്പെടുന്നില്ല. എന്റെ മുൻപിലുള്ളത് നിയമമാണ്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഇത് കണ്ട രോമാഞ്ചം നോക്കി. ചോദ്യം കേട്ടല്ലോ, ജനങ്ങൾ കേട്ടെങ്കിൽ ഒന്ന് കൈയടിച്ചേ. കേട്ടല്ലോ? ഓക്കെ, ഇനി അതിന്റെ ആൻസർ പറഞ്ഞാട്ടെ അദ്ദേഹം. അതിന്റെ ആൻസർ ഇങ്ങനെ ഹെഡ് മാസ്റ്ററും ഞങ്ങൾ വിദ്യാർത്ഥികളും അങ്ങനെയൊന്നുമില്ല. താങ്കൾ ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ ഹെഡ് മാസ്റ്റർ ആക്കിയ ജനങ്ങളാണ് ഇരിക്കുന്നത്. ഇല്ല സാർ, കുരുത്തക്കേട് ഞങ്ങൾ കാണിക്കില്ല. ഉത്തരവുണ്ടോ എന്ന് പറഞ്ഞു. ഇവിടെ എന്നാ പ്രശ്നം? ഈ കാര്യത്തിൽ ഉത്തരവുണ്ടോ പറഞ്ഞാട്ട് അതായത് ഇവിടെ അഭിനന്ദ വിചാരിച്ചും പ്രസംഗിച്ചു, സണ്ണി പ്രസംഗിച്ചു, അദ്ദേഹം മോഡറേറ്റ് ആകുമ്പോൾ കുറെ പ്രസംഗം നടത്തി. ഇതൊക്കെ ആര് ഉത്തരം പറയും? പറയട്ടെ, അതിനകത്ത് ഉത്തരവുണ്ട്. സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോ ആക്കരുത്. നിങ്ങളുടെ ആരെയും ചെലവ് വന്നല്ലേ എന്റെ കയ്യിലെ കാശ് മുടക്കി ഡീസൽ അടിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. ഉത്തരവാദിത്വം എന്നെ വന്ന് വിളിച്ചിട്ട് ചുമ്മാ ഒരു മൂല പിടിച്ചെടുത്തരുത്. മൂല പിടിച്ചെടുത്ത് വർത്താനം പറയാം. ഇവിടെ 3 പേര് പ്രസംഗിച്ചു. എനിക്ക് അഭിപ്രായം പറയാം. ഒരു ഒറ്റ ഉദാഹരണം പറയാം. അങ്ങനെ പറയരുത്. മാന്യം പറയുന്നതിനനുസരിച്ചാണ്. അടിവരയിട്ട് പറഞ്ഞില്ലല്ലോ, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ മാന്യനാണ്. മാന്യത എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ്. ആയിക്കോട്ടെ. അതായത് ഒരു കാര്യം പ്രസംഗിച്ചാൽ പറ്റുമോ? ചുമ്മാ അദ്ദേഹം ഇരുന്ന് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു എന്നെന്തിനെ പൊക്കി പറയണേ. കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. ഒന്ന് പറയട്ടെ. താങ്കൾക്ക് അതിനെപ്പറ്റി സ്വന്തമായിട്ട് അഭിപ്രായം അത് പറയൂ. ഞാൻ ഭയക്കുന്നില്ല. മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. I am the moderator here. You may please be seated. What moderator? You may please be seated. You are saying? No, you are not. You are uttering absolute nonsense. You please be seated. You please be seated. വാഴൂർ അദ്ദേഹം പോകാൻ തുടങ്ങുന്നു. അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുന്നേ. അദ്ദേഹത്തിന് ടെൻഷൻ ഒക്കെ ഉണ്ടാവും. ചോദ്യം ചോദിക്കൂ. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. അപ്പൊ നമ്മൾ